രാജുവേട്ടൻ എന്തൊരു സുന്ദരനാ, രാജുവേട്ടൻ എന്തൊരു സുന്ദരനാണ്. അപ്പൊ നമ്മുടെ ചെറുപ്പത്തിലാണെങ്കിലും സ്വപ്നക്കൂട്, പോക്കിരി രാജ, അങ്ങനെ എല്ലാ സിനിമയിലും അന്നിരിക്കുന്ന പോലെ തന്നെയാണ് രാജുവേട്ടൻ ഇന്നും ഇരിക്കുന്നത്. എന്താണ് രാജുവേട്ടന്റെ ബ്യൂട്ടി സീക്രട്ട്? അന്നിരിക്കുന്ന പോലെ അല്ല, ഇപ്പൊ പ്രായമായി, 43 വയസ്സായി. ഞാൻ യൂഷ്വലി ആ പെർട്ടിക്കുലർ ടൈമിൽ ചെയ്യുന്ന സിനിമയുടെ കഥാപാത്രം എന്താണോ അതിന്റെ ലുക്കിലാണ് ഉണ്ടാകാറുള്ളത്. ഇതിപ്പോ ആമിർ അലി ഇങ്ങനെ ആയതുകൊണ്ട് ആമിർ അലിയെ പറ്റി പറയാൻ എനിക്ക് സമയമുണ്ടല്ലോ. ഞാൻ ആ സിനിമയുടെ റിലീസുമായി സംബന്ധിച്ച് തീർച്ചയായും മിനിഞ്ഞാന്ന് പാക്കപ്പ് ആയതേ ഉള്ളൂ സിനിമ. ഓഗസ്റ്റ് 20-ാം തീയതി ആ സിനിമ ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിലെത്തും. ഐ നോബഡി പോലെ തന്നെ അതും ഒരു ജേക്സ് ബിജോയ് കത്തിക്കൽ ആയിരിക്കും. കത്തിച്ചു തുടങ്ങി. അല്ല രാജേട്ടാ, ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര റെസ്പെക്ട് തോന്നുന്ന ഒരു സംഭവമാണ്. കാണുമ്പോൾ ഒരു അസൂയ തോന്നുന്നുണ്ട്. ശരീരം ഒരു 10-15 കിലോ കുറയ്ക്കാൻ വേണ്ടി ഒരു വർഷം ഞാൻ കഷ്ടപ്പെട്ടു. രാജേട്ടാ ഓർമ്മയുണ്ടോ? 15 കിലോ എവിടുന്ന് കുറയ്ക്കാൻ? ഇനി കുറയ്ക്കാനില്ല, കുറഞ്ഞതാ. ഓർമ്മയുണ്ടല്ലോ പണ്ട് കണ്ടത്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ ശരീരം കാണുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് ഇതിലൊരു ലുക്ക് വേറെ, നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന രാജുവേട്ടന്റെ ഈ ലുക്ക് വേറെ, നേരത്തെ ആട് ജീവിതത്തിൽ കണ്ടപ്പോൾ ലുക്ക് വേറെ. ഈ ബലൂണെ ഞാൻ ഇതിന് മുമ്പ് കണ്ടിട്ടുള്ളൂ ഇങ്ങനെ വീർക്കുകയും ചുരുങ്ങുകയും ചെയ്യുന്നത്. ഇത് എങ്ങനെ സാധിക്കുന്നു? അല്ല, അത് നമ്മളെ ഒരു സിനിമയോ അല്ലെങ്കിൽ ഒരു കഥാപാത്രമോ ആണ് നമ്മളെ ഇൻസ്പയർ ചെയ്യുന്നത്. ഇപ്പോൾ ആസ് എൻ ആക്ടർ നമുക്ക് കഴിയുന്നിടത്തോളം കാലം നമ്മുടെ ശരീരം ആ രീതിയിൽ ഫ്ലെക്സിബിൾ ആക്കി വെക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും ഫ്ലെക്സിബിൾ ആക്ടർ മമ്മൂക്കയാണ്. കാരണം ഈ മമ്മൂക്കയുടെ ലാലേട്ടന്റെ പേര് പറഞ്ഞാൽ കയ്യടി കിട്ടും എന്നുള്ളതുകൊണ്ട് പറയല്ലോ. നമ്മൾ ശരിക്കും ഇപ്പം മമ്മൂക്കനെ നമ്മൾ ഏത് കഥാപാത്രമായിട്ട് കണ്ടാലും മൂപ്പര അതുപോലെ ഇരിക്കുന്നു എന്ന് തോന്നില്ല നമുക്ക്. ഇപ്പോൾ അമരത്തിൽ അച്ചൂട്ടിയായിട്ട് കണ്ടാലും ഒരു തനി മുക്കുവനായിട്ട് തോന്നും. ഇപ്പൊ നമുക്ക് കിങ്ങിലെ കളക്ടറായിട്ട് കണ്ടാലും ശരിക്കും ഒരു അങ്ങനത്തെ ഒരാളായിട്ട് തോന്നും. അപ്പൊ ആ രീതിയിൽ മൂപ്പര് ഫിസിക്കലി അങ്ങനെ ഭയങ്കര ഈസിലി ക്യാരക്ടേഴ്സിലേക്ക് ലെൻഡ് ആവുന്ന ഒരാളാണല്ലോ. കമൽ സർ അങ്ങനെയാണ്, കമൽ ഹാസൻ സർ അങ്ങനെയാണ്. അപ്പൊ എനിക്ക് അതൊക്കെയാണ് ഇൻസ്പിറേഷൻ. അപ്പോൾ നാളെ ഒരു ഫിലിം മേക്കർ വന്നിട്ട് എന്റെ ക്യാരക്ടർ എനിക്ക് ഇങ്ങനെയൊക്കെയാണ് രാജീവൻ വേണ്ടതെന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ടാവുന്ന പോലെ അങ്ങനെ ആയിത്തീരാ. അപ്പൊ നാളത്തെ ഇത് കഴിഞ്ഞിട്ട് ഇപ്പൊ വാരണാസി എന്ന് പറയുന്ന സിനിമയിൽ മറ്റൊരു ലുക്കും ശരീരമാണ്. അത് ആ സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലായി. ഇപ്പൊ നിങ്ങൾ കാണുന്നത് ആമിർ അലിന്റെ ലുക്കാണ്. ഓക്കെ രാജുവേട്ടാ, എനിക്ക് സിനിമയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിക്കാം. നല്ല കാര്യം. അതായത് പൃഥ്വിരാജ് എന്ന പെർഫോമറിനെ മലയാളത്തിന് അറിയാം. ഈ ഒരു സിനിമയിൽ രാജുവേട്ടൻ വിലയിരുത്തുമ്പോൾ എന്റെ പെർഫോമൻസിനെ എലിവേറ്റ് ചെയ്യുന്ന തരത്തിൽ ഒരു ജേക്സ് ബിജോയ് പെർഫോമൻസ് ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു മ്യൂസിക് ഉണ്ട് എന്ന് തോന്നിയൊരു മൊമെന്റ് ഉണ്ടോ? ഈ സിനിമ എന്ന് പറയുന്നത് ടോട്ടലി ഒരു കൊളാബറേറ്റീവ് എഫേർട്ടാണ്.